ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? വീട്ടിലുള്ള 2 ചേരുവകൾ വെച്ച് കുട്ടീസിന് ഇഷ്ടമായ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കുട്ടീസിന്റെ ഫേവറേറ്റ് സ്നാക്ക്. 3 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ട് വരാം. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇപ്പം 2 ടേബിൾ സ്പൂൺ ചേർക്കണേ ഉള്ളൂ. നമ്മൾ കുഴച്ചതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ഡോ ആക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ വേണ്ടി വന്നു. ഇതുപോലെ കുഴച്ചെടുക്കണം. നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടാണ്ട് കറക്റ്റ് കിട്ടണം. അതനുസരിച്ച് നിങ്ങൾ കോൺഫ്ലവർ ആഡ് ചെയ്തോളൂ. നമുക്കിത് പരത്തിയെടുക്കാം. ഈ മാവ് നമുക്ക് 2 ആക്കാം. ഒരു റോളെടുത്ത് പരത്താം. കല്ലിലേക്ക് ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുത്തോളൂ കേട്ടോ. നല്ലോണം തേച്ചോളൂ. അതുപോലെ കയ്യിലും തേച്ചോളൂ. നമുക്കിത് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. പരത്തണ കോലൊന്നും വേണ്ട കേട്ടോ, കയ്യിൽ തന്നെ പരത്തിയാൽ മതി. ഒരുപാട് തിന്നാവണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിന്നാവരുത്, അപ്പം നമുക്ക് കല്ലിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കുറച്ച് മൊസറല്ല ചീസ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചോളാം. ഇത് നമുക്ക് 4 ഭാഗം മടക്കിയെടുക്കാം. പീസ് ഉള്ളിലേക്ക് ആക്കിക്കോളൂ കേട്ടോ. പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് മടക്കുക. പെട്ടെന്ന് മടക്കിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കണം. ഇങ്ങനെ കല്ലിൽ വെച്ച് തട്ടിയാൽ മതി കേട്ടോ, സ്ക്വയറായിട്ട് കിട്ടും. ഒരെണ്ണം സ്ക്വയർ ഷേപ്പിൽ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റ് ഒട്ടിയൊന്നും പിടിക്കില്ല. കറക്റ്റ് സ്ക്വയർ ഷേപ്പായി നമുക്ക് എടുക്കാൻ പറ്റും. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടാണ് ഇട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും മുകൾ ഭാഗം. നമുക്ക് വേഗം തിരിച്ചിടാനും പറ്റും. നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. നമുക്കിത് മറിച്ചിടാം. 2 ചട്ടുക എടുത്തോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. ഒരെണ്ണ റെഡി ആയിട്ടാണ്. ഇത്രയ്ക്കും ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റും ക്രിസ്പിയും ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിൽ ഞാൻ മൊസറല്ല ചീസാണ് വെച്ചേക്കണേ. സ്ലൈസ് ചീസ് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്ക് അടുത്തത് നമുക്ക് റെഡിയാക്കി എടുക്കാം. 3 ഉരുളക്കിഴങ്ങ് എടുത്താൽ 2 സ്നാക്കേ വരുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അതനുസരിച്ച് ഉരുളക്കിഴങ്ങും കോൺഫ്ലോറും ഒക്കെ എടുത്തോളൂ. കുട്ടീസിൻ്റെ സ്നാക്ക് റെഡിയായി. കുട്ടീസിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ ഈ സ്നാക്ക് മയോണൈസ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.